ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലെത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സിൽ നിന്നൊരു മെസ്സേജ് നിങ്ങൾ ഈ ഒരു സമയം അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഹാർമണി, റൈപ്നെസ്, കൺട്രോൾ, ഫൈറ്റിംഗ് ആൻഡ് സ്ട്രെസ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആരൊക്കെ ഒരുപാട് അധ്വാനിച്ചിട്ട് അവരുടെ ഒരു റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നാളുകളായിട്ട് എഫേർട്ട് ഇടുന്നുണ്ടാവാം. അതിന് ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ആ ഒരു റിസൾട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ്. ചിലരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ഒരു കാര്യത്തിന് വേണ്ടി സ്ട്രെസ് എടുത്ത് അല്ലെങ്കിൽ അധ്വാനിച്ച് ഇനി ഞാനില്ല എന്ന് വിചാരിച്ച് മതിയായിട്ടൊക്കെ ക്വിറ്റ് ചെയ്യാനായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള റിസൾട്ട് ഇതാ എത്തിച്ചേരാനായിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു. ഇതാണ് ആ ഒരു സമയം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ചിലർ അനാവശ്യമായിട്ടുള്ളൊരു പ്രഷർ, ടെൻഷനൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ചിലർക്ക് ആലോചിച്ച് കാട് കയറുന്നൊരു സ്വഭാവം ഉണ്ടാവാം. അതായത് ആങ്സൈറ്റി, ഫിയർ മുതലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് നടത്തുന്നതുകൊണ്ട്. ഇനി ചിലരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ മനഃപൂർവ്വം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാതെ അത് വീണ്ടും വീണ്ടും അത് നിയന്ത്രിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. അപ്പോൾ നിങ്ങളോട് പറയുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു റിലാക്സേഷൻ വേണ്ടുന്ന ഒരു സമയമാണ്. നിങ്ങളെ എന്താണോ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു കാര്യം ലെറ്റ് ഗോ ചെയ്ത് ഒരു കാംനെസ്സിലേക്ക് മടങ്ങി വരിക. നിങ്ങൾക്കൊരു ഇന്നർ പീസ് അല്ലെങ്കിൽ ഒരു ഇന്നർ ഹീലിംഗ് വേണ്ടുന്ന ഒരു സമയമായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരാനാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് ഈ ഒരു സമയത്ത് അത് അത്യാവശ്യമായിട്ട് നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ മറ്റുള്ളവരോട് വാഗ്വാദങ്ങളിൽ ഏർപ്പെടാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനോ ഒക്കെ സാധ്യത കൂടുതലുള്ളൊരു സമയമാണ്. അപ്പോൾ അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇന്നർ പീസിൻ്റെ ഒരു ആവശ്യകതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമാധാനത്തിലേക്ക് വരിക, സംഭാഷണത്തിലാണെന്നുണ്ടെങ്കിലും മിതത്വം പാലിക്കുക എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.